അടുത്ത ഇമ്പോർട്ടൻ്റ് ടോപ്പിക് ആയിട്ടുള്ള പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖത്തിലേക്ക് നമുക്ക് കടക്കാവുന്നതാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ബാക്കി സവിശേഷതകൾ നമുക്ക് കണ്ടുപോകാം. അതിലടുത്തതാണ് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ കോടതികളുടെ ഒരു ഹൈറാർക്കി ഉണ്ട്, അല്ലെങ്കിൽ അതിനൊരു ടോപ്പിൽ സുപ്രീം കോടതി ഉണ്ട്. നമ്മുടെ ഇന്ത്യക്ക് മൊത്തമായിട്ട് സുപ്രീം കോടതി ഉണ്ട്. അതിന്റെ താഴെ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹൈക്കോടതികളുണ്ട്. അതിന്റെ താഴെ സബോർഡിനേറ്റ് കൂടെ കീഴ്ക്കോടതികളുണ്ട്. നമുക്ക് ഡിസ്ട്രിക്ട് കോടതി ആയിക്കോട്ടെ, അല്ലെങ്കിൽ മുനിസിപ്പൽ കോടതി ആയിക്കോട്ടെ, അങ്ങനെ ഏറ്റവും മുകളിൽ സുപ്രീം കോടതി, അതിന്റെ താഴെ ഹൈക്കോർട്ടുകൾ ഓരോ സ്റ്റേറ്റിലും, അതിന്റെ താഴെ സബോർഡിനേറ്റ് കൂട്ടാതെ ജില്ലാ കോടതികളായിക്കോട്ടെ, മുനിസിപ്പൽ കോടതികളായിക്കോട്ടെ, അങ്ങനെയുള്ള ചെറിയ ചെറിയ കോടതികളും കൂടിയുണ്ട്. ആ ഒരു സ്ട്രക്ചറിനെയാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇതെല്ലാം ഒരൊറ്റ സ്ട്രക്ചറിന്റെ ഭാഗമാണ് ഈ ഒരു ട്രീ പോലെ വരുന്നത്. അതാണ് നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചേക്കുന്നത്. ഏറ്റവും താഴെ കീഴ്ക്കോടതികളുണ്ട്, അതിന്റെ മുകളിൽ കോടതിയുടെ പവർ കൂടി വരുന്നു. സബോർഡിനേറ്റ് കോർട്ട്, അതിന്റെ മുകളിൽ ഡിസ്ട്രിക്ട് കോർട്ട് അല്ല ജില്ലാ കോടതി, അതിന്റെ മുകളിൽ സംസ്ഥാനങ്ങൾക്കെല്ലാമായിട്ട് ഹൈക്കോടതികൾ, അതിനും മുകളിൽ ഇന്ത്യക്ക് മൊത്തമായിട്ടും സുപ്രീം കോടതി. ഇതാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ വ്യവസ്ഥിതിക്കും കോടതികൾക്കുമായിട്ടുള്ള ആ ഒരു സവിശേഷതയാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി. ഇനി ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്തെന്ന് വെച്ചാൽ, നമ്മുടെ സുപ്രീം കോടതി നമ്മുടെ രാജ്യത്തെ സുപ്രധാന നിയമങ്ങൾക്ക്, പ്രത്യേകിച്ചും മൗലിക അവകാശങ്ങളുടെ പ്രൊട്ടക്ടറാണ് നമ്മുടെ സുപ്രീം കോടതി. ഈ സുപ്രീം കോടതിക്ക് അല്ലെങ്കിൽ അതിന്റെ താഴെയുള്ള കോടതികൾക്ക് നിയമവ്യവസ്ഥിതിക്കും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ നമ്മുടെ ഇവിടുത്തെ നിയമത്തിന്, നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന മൗലിക അവകാശത്തിന് ഉറപ്പില്ലാതെ പോകും. അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ഒരു നീതിന്യായ വ്യവസ്ഥ ഉറപ്പാക്കാനുള്ള കുറേയേറെ പ്രൊവിഷൻസ് അല്ലെ സവിശേഷതകൾ, ഫീച്ചേഴ്സ് നമ്മുടെ ഭരണഘടനയിലുണ്ട്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സുപ്രീം കോടതി ജഡ്ജിമാർക്ക് 65 വയസ്സ് വരെയാണ് അവർക്ക് പ്രവർത്തിക്കാനായിട്ട് അനുമതി കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പ് അവരെ റിമൂവ് ചെയ്യണമെങ്കിൽ, അവരെ മാറ്റണമെങ്കിൽ കാഠിന്യമേറിയ ഒരു പ്രോസസ്സ് വഴി കടന്നു പോയാലേ സാധിക്കുള്ളൂ. മറ്റൊന്ന്, ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ പ്രവർത്തനത്തെ അല്ലെങ്കിൽ അവർ പുറപ്പെടുവിച്ച ഏതെങ്കിലും വിധിന്യായത്തെ നമുക്ക് പാർലമെന്റിൽ ചെന്ന് വിമർശിക്കാനോ അതിനെപ്പറ്റി ചർച്ച ചെയ്യാനോ ഒന്നുമുള്ള അവസരമില്ല. അപ്പം രാഷ്ട്രീയക്കാർക്ക് ഈ ജഡ്ജിമാരുടെ മുകളിൽ ഒരു പ്രഷർ ചെലുത്താനൊന്നും സാധിക്കത്തില്ല. അതുവഴി ഈ പാർലമെന്റിലൊന്നും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കത്തില്ല. മറ്റൊന്ന്, നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കോടതിയലക്ഷ്യം എന്നും പറഞ്ഞ് കോടതിയും കോടതിയുടെ പ്രവർത്തനത്തെയും അനാവശ്യമായിട്ട് വിമർശിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അടിസ്ഥാനരഹിതമായിട്ടൊക്കെ വിമർശിക്കുകയാണെങ്കിൽ അതിനെ ശിക്ഷിക്കാൻ സാധിക്കും. അങ്ങനെ ഈ കോടതിയലക്ഷ്യമൊക്കെ കോടതിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. അപ്പം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ ഒരു സവിശേഷത നമ്മുടെ ഭരണഘടനയിലുണ്ട്. അത് നീതിന്യായ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കോടതികൾ ഏറ്റവും താഴെ കീഴ്ക്കോടതികൾ, അതിന്റെ മുകളിൽ ജില്ലാ കോടതികൾ, അതിന്റെ മുകളിൽ ഹൈക്കോടതികൾ, അതിന്റെ മുകളിൽ ഇന്ത്യക്ക് മൊത്തമായിട്ട് സുപ്രീം കോടതി. അങ്ങനെ ഒരു സ്ട്രക്ചർ നമ്മൾ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയുള്ള ആ സ്ട്രക്ചറിനാണ് ഇന്റഗ്രേറ്റഡ് ജുഡീഷ്യറി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ നിയമങ്ങൾക്കും ഭരണഘടനയ്ക്കും തന്നെ പ്രൊട്ടക്ഷൻ കൊടുക്കാനായിട്ട് സ്വതന്ത്രമായിട്ട് ഒരു നീതിന്യായ വ്യവസ്ഥ ഉണ്ടാവേണ്ടതുണ്ട്. അതിനൊക്കെ ആയിട്ട് നമ്മുടെ ഭരണഘടനയിൽ കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അത് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, സുപ്രീം കോടതി ജഡ്ജികളുടെ അവരുടെ പ്രവർത്തനത്തെ അല്ലെ വിധിന്യായങ്ങളെ പാർലമെന്റിൽ ചർച്ചയ്ക്കോ വിധേയമാക്കാനോ വിമർശിക്കാനോ സാധിക്കത്തില്ല. അടുത്തത്, നമുക്ക് അനാവശ്യമായിട്ട് അടിസ്ഥാനരഹിതമായിട്ട് ഇവരെ വിമർശിക്കാൻ സാധിക്കത്തില്ല. അപ്പൊ കോടതിയലക്ഷ്യം പോലെയുള്ള കേസുകൾ അതിനെതിരെ ഉണ്ടാവും. പിന്നെ മറ്റൊന്ന്, ഇവരെ ചുമ്മാ അങ്ങനെ റിമൂവ് ചെയ്യാൻ സാധിക്കത്തില്ല. 65 വയസ്സ് വരെ ഇവർക്ക് വർക്ക് ചെയ്യാമെന്നാണ്. അതിനു മുമ്പ് ഇവരെ റിമൂവ് ചെയ്യണമെങ്കിൽ വളരെ കാഠിന്യമേറിയ ഒരു പ്രോസസ് വഴി മുന്നോട്ട് പോകണം. അപ്പം ഇതെല്ലാം ഈ കോടതികളുടെ സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് അടുത്തൊരു നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഇമ്പോർട്ടന്റ് പ്രൊവിഷൻ എന്ന് പറയുന്നത്, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. അതാണ് ആ വാക്കുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കേസാണ്, എപ്പോഴും PSC ചോദിക്കുന്നതാണ്, PSC മാത്രമല്ല എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമുകളിലും ചോദിക്കുന്നതാണ്. ഡിഫറൻറ്റ് സോഴ്സസ് അല്ലെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ കടമെടുപ്പുകൾ എന്നൊക്കെ അതിന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മുടെ ഭരണഘടനയിലെ ആശയങ്ങളിൽ നല്ലൊരു ശതമാനം തന്നെ മറ്റ് പലയിടത്തു നിന്നും നമ്മൾ ഉൾക്കൊണ്ടതാണ്, അവിടുന്ന് നമ്മൾ പകർത്തിയതാണ്. അത് എവിടുന്നൊക്കെ പകർത്തി, അവിടുന്ന് ഏതൊക്കെ പ്രൊവിഷനുകൾ, ഏതൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പകർത്തിയത് അല്ലെങ്കിൽ
കടമായിട്ട് എടുത്തത് ഏതൊക്കെയാണ്, എവിടെ നിന്നൊക്കെയാണെന്നുള്ളത് എപ്പോഴും ജോലി ചെയ്ത് കണ്ടുവരുന്നതാണ്. അപ്പൊ അത് ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ എടുത്തത് ഏതൊക്കെ പ്രൊവിഷനാണെന്നുള്ളത് നമ്മൾ പഠിച്ചു വെക്കേണ്ടതായിട്ടുണ്ട്. ഈ നമ്മുടെ ഭരണഘടന കടം കൊണ്ടിട്ടുള്ളതിൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആശയം എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 മുതൽ ബ്രിട്ടീഷുകാര് നമ്മൾ ബ്രിട്ടന്റെ കീഴിൽ കോളനി ആയിട്ടാണ് ഉണ്ടായിരുന്നപ്പം ബ്രിട്ടീഷുകാർ നമുക്കായിട്ട് തയ്യാറാക്കിയ ഒരു നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. അതിനെപ്പറ്റി നമ്മൾ പിന്നീട് സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട നിയമങ്ങളെ പറ്റി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സെഷൻ നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. എങ്കിലും നമ്മുടെ ഭരണഘടന, ഇന്നത്തെ ഭരണഘടന ഏറ്റവും കൂടുതൽ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. ഇനി ആ ആക്ടിൽ നിന്ന്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കടം കൊണ്ടത്, എന്തൊക്കെ ആശയങ്ങളാണ് നമ്മൾ ഉൾക്കൊണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയിലേക്ക് എന്തൊക്കെയാണ് നമ്മൾ എടുത്തത്, അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും ആദ്യമായിട്ട് ഫെഡറൽ സ്കീം. എന്താണ് ഫെഡറൽ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഫെഡറേഷൻ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞായിരുന്നു. ഒരു രാജ്യം അതിന്റെ താഴെ സ്വതന്ത്ര ഭരണ വ്യവസ്ഥയെ ഭരണ അധികാരങ്ങളുള്ള പാർട്ടികളായിട്ട്, ഇപ്പൊ ഇന്ത്യയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യയെ സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങൾക്കെല്ലാം സ്വതന്ത്ര അധികാര വ്യവസ്ഥയുണ്ട്. അങ്ങനെ ഒരു രാജ്യത്തെ സ്വതന്ത്ര അധികാര വ്യവസ്ഥയുള്ള ഭാഗങ്ങളായിട്ട് തിരിക്കുന്നതിനാണ് ഫെഡറേഷൻ അങ്ങനെ പറയുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറൽ സ്കീം എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ തിരിച്ചേക്കുന്നത് എന്നുള്ളത് ഈ 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും തിരിച്ചേക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ, ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിലെ 3 ലിസ്റ്റുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, കേന്ദ്രത്തിന് മാത്രം അധികാരം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന് മാത്രം നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിനും സെന്ററിനും, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് കൺകറന്റ് ലിസ്റ്റ്. അങ്ങനെ ഈ 3 ലിസ്റ്റുകളായിട്ട് തിരിച്ചിട്ടുള്ള ആ ഒരു സ്കീം നമുക്ക് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 കാണാൻ സാധിക്കും. അപ്പൊ അത് ഈ 3 ലിസ്റ്റുകൾ, ഫെഡറൽ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 നിന്ന് നമ്മൾ കടം കൊണ്ടുവരാം. അടുത്തതായിട്ട് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ തന്നെ ചെറിയ ചെറിയ പ്രോവിൻസുകൾക്ക്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പൊ കാണുന്ന സ്റ്റേറ്റുകൾക്ക് ഒരു ഗവർണറെ, കേന്ദ്രം നിയമിക്കുന്ന ഒരു ഗവർണറെ ഉണ്ടാവേണ്ടതുണ്ടെന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പറഞ്ഞിട്ടുണ്ട്. അതും അപ്പൊ ഓഫീസ് ഓഫ് ഗവർണർ, ഗവർണർ എന്ന് പറഞ്ഞ ഒരു പൊസിഷനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് നമ്മൾ ഇപ്പോഴത്തെ ഭരണഘടന കടം കണ്ടിട്ടുള്ളത് അല്ലെങ്കിൽ എടുത്തിട്ടുള്ളത്. അതാണ് രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തേത് ജുഡീഷ്യറി. നമ്മുടെ ഇവിടുത്തെ ജുഡീഷ്യറിയിലെ സുപ്രീം കോടതിയുണ്ട്. സുപ്രീം കോടതിയാണ് ഇപ്പോഴുള്ളതിൽ ഏറ്റവും ഉയർന്ന കോടതി. എന്ന് വെച്ചാൽ ഈ സുപ്രീം കോടതിക്ക് അത് സ്വതന്ത്രമായിട്ട് വർക്ക് ചെയ്യാനായിട്ട്, സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മളെ ഭരണഘടന കൊടുത്തിട്ടുള്ളത് നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞേ ഉള്ളൂ. നമ്മുടെ ജഡ്ജികൾക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ, അവർക്ക് വിധി ന്യായങ്ങൾ പുറപ്പെടുവിക്കാനൊക്കെ സഹായകമാകുന്ന കുറച്ച് പ്രൊവിഷൻസ് നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇതെല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ഉണ്ടായിരുന്നതിന്റെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയിലും എടുത്തിട്ടുള്ളത്. അപ്പം ജുഡീഷ്യലായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രൊവിഷൻസ് എല്ലാം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ് നമ്മൾ കൂടുതലും എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പബ്ലിക് സർവീസ് കമ്മീഷൻസ്, അതായത് PSC-കളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓരോ പ്രൊവിൻസിലും ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടത് ഇതുവഴിയാണെന്നുള്ള രീതിയിൽ. അത് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻസ് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്ന് നമ്മൾ ഉൾക്കൊണ്ട ഫീച്ചറാണ്. അടുത്തത് ഭരണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് കുറേയേറെ പ്രൊവിഷൻസും, അല്ലെങ്കിൽ കൂടുതൽ പ്രൊവിഷൻസും, ഭരണമാണോ ഭരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ പ്രൊവിഷൻസും നമ്മൾ എടുത്തിട്ടുള്ളത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ്. ഒന്നുകൂടി പറയാം, ഈ ആക്ടിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ള മെയിൻ ഫീച്ചേഴ്സ് ഒന്നാണ് ഫെഡറൽ സ്കീം. നമ്മളെ പറഞ്ഞ് 3ആയിട്ട് തിരിക്കുന്നുണ്ട് നമ്മുടെ ഇവിടുത്തെ ഭരണ വിഷയങ്ങൾ: സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്. ഇങ്ങനെ ഈ ലിസ്റ്റ് ആയിട്ട് തിരിക്കുന്നതും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേയേറെ ഫെഡറൽ ഫീച്ചേഴ്സ് എല്ലാം ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 നിന്നാണ് നമ്മൾ കടം കൊണ്ടിരിക്കുന്നത്, നമ്മുടെ ഭരണഘടന കടം കൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് ഗവർണർ എന്ന് പറഞ്ഞ ഒരു പദവി നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ ഉണ്ട്. അത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 ഉണ്ടായിരുന്നതിന്റെ ആ ഒരു രീതി തന്നെയാണ് നമ്മൾ ഇപ്പോഴും ചെയ്യുന്നത്. അടുത്തതായിട്ട് ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട
ഏറ്റവും മുകളിൽ സുപ്രീം കോടതി ഉണ്ട്. സുപ്രീം കോടതി സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. ഇങ്ങനെയല്ല ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 അതേ രീതിയിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഭരണഘടനയിലും ഉള്ളത്. ഇപ്പം ജുഡീഷ്യറി ആയിട്ട് ബന്ധപ്പെട്ട അത്തരം പ്രൊവിഷൻസ് ഉണ്ട്. അടുത്തതായിട്ട് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പബ്ലിക് സർവീസ് കമ്മീഷനുകൾ വഴിയായിരിക്കണം ഉദ്യോഗസ്ഥരെ നിയമിക്കേണ്ടത്. അതിനകത്ത് ഈ PSC രൂപം കൊള്ളേണ്ടതാണെന്നുള്ള രീതിയിൽ പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അത് തന്നെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം PSC എന്നാണ് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നത്. ഇപ്പോൾ എല്ലാ സംസ്ഥാനത്തും PSC ഉണ്ട്. അടുത്തതായിട്ട് ഭരണമായിട്ട് ബന്ധപ്പെട്ട ഒട്ടുമിക്ക പ്രൊവിഷൻസും തന്നെ നമ്മൾ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1935 നിന്ന് കടമെടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ കടം കൊണ്ട മറ്റൊരു സ്ഥലമാണ് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെ ബ്രിട്ടീഷ് ഭരണഘടന. ബ്രിട്ടീഷ് ഭരണഘടനയുടെ എന്തൊക്കെ രീതികൾ അല്ലെങ്കിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് നമ്മൾ എടുത്ത് ഉൾക്കൊള്ളുന്നത്? ഒന്നാമതായിട്ട് റൂൾ ഓഫ് ലോ എന്നൊരു കൺസെപ്റ്റ് ആണ്. ഇനി എന്താണ് റൂൾ ഓഫ് ലോ? ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും നിയമമാണ് എപ്പോഴും മുകളിൽ എന്നുള്ള അർത്ഥമാണ് റൂൾ ഓഫ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നിയമം എല്ലാവർക്കും ബാധകമായിരിക്കും. ആരും നിയമത്തിന്റെ മുകളിൽ ആയിരിക്കില്ല. മറ്റൊന്ന്, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരായിരിക്കും. ഇത് രണ്ടുമാണ് ശരിക്കും റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ ആ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിയമമായിരിക്കും എപ്പോഴും സുപ്രീം ആയിട്ട് വരുന്നത്. നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നായിരിക്കും. നിയമത്തിന്റെ മുകളിൽ മറ്റൊന്നുമില്ല. ഇത്തരം ചില പ്രിൻസിപ്പിൾസ് ആണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രിട്ടനിൽ ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ഒന്നാണ് റൂൾ ഓഫ് ലോ. അപ്പം റൂൾ ഓഫ് ലോ എന്തെന്ന് വെച്ചാൽ നിയമത്തിന് മുമ്പിൽ എല്ലാവരും ഒന്ന് തന്നെയാണ്. നിയമത്തിന്റെ പരിരക്ഷയും നിയമം സംരക്ഷിക്കുന്നതും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. നിയമത്തിന്റെ മുകളിൽ ആരും വരുന്നില്ല. ആ ഒരർത്ഥത്തിലാണ് റൂൾ ഓഫ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രിട്ടീഷ് ഭരണഘടനയാണ് നമ്മൾ ഇന്ത്യൻ ഭരണഘടന ഉൾക്കൊണ്ട ഒരു ഫീച്ചർ. അടുത്തതല്ല സിംഗിൾ സിറ്റിസൺഷിപ്പ്. ബ്രിട്ടനിലൊക്കെ എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരു പൗരത്വം മാത്രമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യയിൽ ഒറ്റ പൗരത്വം മാത്രമേ ഉള്ളൂ. നമുക്കന്ന് നമ്മുടെ ID കാർഡ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ എന്നുള്ള ഒന്നേ നമുക്ക് തരുന്നുള്ളൂ. അല്ലാതെ ഇന്ത്യൻ പൗരൻ അല്ലാതെ കേരളീയ പൗരൻ അല്ലെ തമിഴ് പൗരൻ അങ്ങനെയൊന്നും നമ്മളെ പിടിക്കുന്നില്ല. അപ്പൊ ഇന്ത്യയിൽ ഒറ്റ ഒരു സിറ്റിസൺഷിപ്പ് ഉള്ളൂ, സിംഗിൾ സിറ്റിസൺഷിപ്പ്. അത് നമ്മൾ പറയുന്നതാണ് അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. അമേരിക്ക പോലെയുള്ള സ്ഥലങ്ങളിൽ അമേരിക്കൻ പൗരനല്ലാതെ അവർ ഓരോ സംസ്ഥാനങ്ങളിലെയും പൗരത്വം അവർക്ക് ലഭിക്കുന്നുണ്ട്. ആ ഒരു രീതി നമ്മുടെ ഇന്ത്യയിലില്ല. മറിച്ച് ബ്രിട്ടന്റെ രീതി രാജ്യത്തെ എല്ലാവർക്കും ഒറ്റ ഒരു പൗരത്വം കൊടുക്കുന്ന ഒരു സിംഗിൾ സിറ്റിസൺഷിപ്പ് രീതിയാണ് നമ്മുടെ ഇന്ത്യ തുറന്നു വരുന്നത്. അടുത്തത് ക്യാബിനറ്റ് സിസ്റ്റം. ക്യാബിനറ്റ് സിസ്റ്റം എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ കേന്ദ്രമന്ത്രിസഭയുടെ ക്യാബിനറ്റ് എന്തെന്ന് വെച്ചാൽ പ്രധാനമന്ത്രിയും ഒപ്പം പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ ഉൾപ്പെടുന്ന ആ ഒരു കൂട്ടത്തെയാണ് ക്യാബിനറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇവിടെയാണ് പ്രധാനമന്ത്രി അല്ലെങ്കിൽ ആഭ്യന്തരം കൈകാര്യം ചെയ്യുന്ന അമിത്ഷാ അല്ലെങ്കിൽ ധനകാര്യം കൈകാര്യം ചെയ്യുന്ന നിർമ്മല സീതാരാമൻ അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കുറച്ച് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും പ്രധാനമന്ത്രിയും കൂടി ഉൾക്കൊള്ളുന്നതാണ് ക്യാബിനറ്റ് സിസ്റ്റം. എന്ന് മാത്രമല്ല ഈ ക്യാബിനറ്റ് നമ്മുടെ ഇവിടുത്തെ പാർലമെന്റിന്റെ വിശ്വാസത്തോടു കൂടി വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പാർലമെന്റില് ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടാണ് ഈ ക്യാബിനറ്റ് ഇപ്പൊ കാണുന്നത്. നമ്മുടെ ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ ക്യാബിനറ്റ് വർക്ക് ചെയ്യുന്നത് അവർക്ക് പാർലമെന്റില് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ്. ക്യാബിനറ്റ് സിസ്റ്റം, ക്യാബിനറ്റിൽ ഇങ്ങനെ മന്ത്രിമാരുണ്ട് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലാണ് എന്ന് മാത്രമല്ല ഇവർക്ക് പാർലമെന്റിൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ അല്ലെ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഇവർക്ക് ഭരിക്കാൻ സാധിക്കുള്ളൂ. ഇങ്ങനെയുള്ള ക്യാബിനറ്റ് സിസ്റ്റം ഒക്കെ നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കടം കൊണ്ടാണ്. ബ്രിട്ടനിൽ ഇതേ സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അടുത്തതായിട്ട് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ, അതായത് നിയമം ഉണ്ടാക്കുന്ന രീതി നമ്മൾ ബ്രിട്ടന്റെ അതേ രീതി തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. പാർലമെന്റിന് ഏതാണ്ട് മിക്ക വിഷയങ്ങളിലും തന്നെ നിയമം ഉണ്ടാക്കാവുന്നതാണ്. പാർലമെന്റിന്റെ മുകളിൽ മറ്റൊരു വ്യക്തിയില്ല. അതായത് പ്രസിഡന്റ് ഒപ്പിടുമ്പോഴാണ് ഒരു നിയമം പാസ്സാവുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ പ്രസിഡന്റ് ഒപ്പിടുക എന്ന് പറഞ്ഞാൽ അതൊരു ചടങ്ങ് തീർക്കേണ്ട ഒരു കസ്റ്റമറി ആയിട്ട് മാത്രമുള്ളതാണ്. അതിന് അദ്ദേഹം ഒപ്പിടുക എന്നുള്ളതാണ് അതിന്റെ ആ ഒരു രീതി. അല്ലാതെ അദ്ദേഹത്തിന് ഒപ്പിടാതിരിക്കാൻ സാധിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിനെപ്പറ്റി എനിക്ക് പറയാം. എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ഒപ്പിനല്ല അവിടെ പ്രാധാന്യം, പാർലമെന്റിന്റെ ആ ഒരു പവറിനാണ്. പാർലമെന്റിന് മിക്ക വിഷയങ്ങളിലും തന്നെ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു പാർലമെന്ററി സോറിറ്റി, പാർലമെന്റിനാണ് പരമ അധികാരമുള്ളത്. അങ്ങനെ നിയമം ഉണ്ടാക്കാനുള്ള ആ ഒരു വ്യവസ്ഥിതി നമ്മൾ ബ്രിട്ടനിൽ നിന്ന് കൈക്കൊണ്ടുവന്നത്. അതിന്റെ പാർലമെന്റ് എന്ന് പറഞ്ഞാലാണ് ഏറ്റവും മുകളിലുള്ളത്. അങ്ങനെ ആ ഒരു പാർലമെന്ററി സോവറിറ്റി, പാർലമെന്റിന്റെ പരമാധികാര നിയമങ്ങൾ ഉണ്ടാക്കാനായിട്ടുണ്ട്. അത് നമ്മൾ ബ്രിട്ടനിൽ നിന്ന് എടുത്തതാണ്. അടുത്തത്
പ്രറോഗേറ്റീവ് റൈറ്റ്, പാർലമെന്ററി പ്രിവിലേജസ് ആൻഡ് ബൈക്കാമറൽസ് എന്ന്. പ്രറോഗേറ്റീവ് റൈറ്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടിട്ടുണ്ടായി ഹേബിയസ് കോർപ്പസ്, അല്ലെ മാൻഡമസ്, സോഷ്യോപതി, അങ്ങനെ ചില പ്രോഹിബിഷൻ, ഇങ്ങനെ ഇപ്പൊ നമ്മുടെ ഭരണഘടനയിലാണെങ്കിൽ 5 റിട്ടുകളുണ്ട്. റിട്ടുകളൊക്കെ നമുക്ക് മൗലികാവകാശങ്ങൾ പഠിക്കുമ്പോൾ പഠിക്കാവുന്നതാണ്. എങ്കിലും ഈ റിട്ടുകളുടെ ധർമ്മം എന്താണെന്ന് വെച്ചാൽ, മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുന്ന സാഹചര്യത്തിൽ കോടതിക്ക് ഈ റിട്ടുകൾ പ്രയോഗിച്ച് അവയെ ഈ മൗലികാവകാശത്തെ ഉറപ്പ് കൊടുക്കാവുന്നതാണ്. റിട്ടുകളുടെ ധർമ്മം എന്തെന്ന് ഒന്നുകൂടി പറയാം. മൗലികാവകാശങ്ങൾ ഹനിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ അവ തടസ്സപ്പെടുമ്പോൾ കോടതികൾക്ക് ഈ റിട്ടുകൾ വഴി ആ മൗലികാവകാശത്തിന് സംരക്ഷണം കൊടുക്കാവുന്നതാണ്. അതാണ് റിട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ 5 റിട്ടുകളുണ്ട്. ഈ റിട്ടുകൾ നമ്മളെ വെട്ടേണ്ട രീതിയിൽ നമ്മൾ കടന്നുണ്ടാവുകയാണ് ഈ റിട്ടുകൾ. അതായത് പ്രറോഗേറ്റീവ് റിട്ട് എന്ന് പറഞ്ഞാലും ഇത് ഒരേ വാക്ക് തന്നെയാണ്. നമ്മൾ എളുപ്പത്തിൽ റിട്ട് എന്ന് പറയുന്നത് നോക്കുമ്പോൾ ഇത് നമ്മളെ വെട്ടേണ്ട കടകൊണ്ട ഒരു ഫീച്ചറാണ്. പാർലമെന്ററി പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ പാർലമെന്റിൽ ഒരു അംഗം, നമ്മുടെ ഏതെങ്കിലും ഒരു MP പാർലമെന്റിൽ ചെന്ന് ഏതെങ്കിലും വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കട്ടെ, അദ്ദേഹം അവിടെ സംസാരിക്കുന്ന വിഷയത്തിന്റെ പേരിൽ മറ്റിടത്ത് നമുക്ക് കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അതിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷൻ എടുക്കാൻ സാധിക്കില്ല. അതായത് പാർലമെന്റിലെ അംഗങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് സംരക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അതായത് പാർലമെന്റിൽ ചെന്ന് ഏതൊരു അംഗത്തിനും അവരുടെ പ്രശ്നങ്ങളോ അവരുടെ നാടിന്റെ പ്രശ്നങ്ങളോ ഉന്നയിക്കാനായിട്ടുള്ള ആ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പാർലമെന്ററി പ്രിവിലേജ് കൊടുത്തിരിക്കുന്നത്. അതെന്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പാർലമെന്റിലെ ഒരു അംഗം ഒരു കാര്യം സംസാരിച്ചു എന്നുള്ളതിന്റെ പേരിൽ അദ്ദേഹത്തെ വിചാരണ ചെയ്യാനോ അദ്ദേഹത്തിനെതിരെ കേസ് എടുക്കാനോ സാധിക്കത്തില്ല. അങ്ങനെ ഒരു ഇതാണ് പാർലമെന്ററി പ്രിവിലേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ പാർലമെന്ററി പ്രിവിലേജ് നമ്മളെ ബ്രിട്ടനിൽ കൈക്കൊണ്ടിരിക്കുന്നു. അടുത്തായിട്ട് ബൈക്കാമറൽസ്. നമ്മുടെ ഇവിടുത്തെ പാർലമെന്റിന് 2 സഭയുണ്ടെന്ന് നിങ്ങൾക്കറിയാം. ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അതാണ് ബൈക്കാമറൽ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. 2 സഭ ഉണ്ടെന്നുള്ള അർത്ഥത്തിലാണ് ബൈക്കാമറലിസം, ബൈക്കാമറൽ ആ ഒരു വാക്ക് വരുന്നത്. നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ പാർലമെന്റിൽ ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. അപ്പം ഈ ബൈക്കാമറലിസം ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിലെ പാർലമെന്റിൽ ഇങ്ങനെയാണ് വിളിക്കുന്നത്, ഹൗസ് ഓഫ് ലോർഡ്സ് ആൻഡ് ഹൗസ് ഓഫ് കോമൺസ്. അങ്ങനെ 2 സഭകളും ബ്രിട്ടനിലുണ്ട്. ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇന്ത്യയിലും വർദ്ധിച്ചത്. പിന്നെ പാർലമെന്ററി ഗവൺമെന്റ്, പാർലമെന്ററി ഗവൺമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പാർലമെന്റിന്റെ ഭാഗമാണ് മന്ത്രിസഭ. നമ്മുടെ ഇവിടെ മന്ത്രിസഭയുണ്ട്, പ്രധാനമന്ത്രി നേതൃത്വത്തിലുള്ള മന്ത്രിസഭ. എന്ന് മാത്രമല്ല അതിന്റെ ഭാഗമായിട്ട് അവർ പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് ഒപ്പിടാനായിട്ട് നമ്മുടെ പ്രസിഡന്റ്. ബ്രിട്ടനിലാണെങ്കിൽ മന്ത്രിസഭയുണ്ട്, അവർ പാസ്സാക്കുന്ന നിയമങ്ങൾ ഒപ്പിടാനായിട്ട് അവിടെ ഒരു രാജ്ഞിയുണ്ട്, രാജാവുണ്ട്. അതാണ് പാർലമെന്ററി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ബ്രിട്ടനിലെ ആ രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ. പക്ഷെ നമ്മുടെ ഇവിടെ മന്ത്രിസഭ പാസ്സാക്കുന്ന അല്ലെങ്കിൽ തീരുമാനിക്കുന്ന നിയമങ്ങൾക്ക് അനുമതി കൊടുക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റാണ്. ആ ഒരു രീതി എങ്കിൽ പോലും ബ്രിട്ടന്റെ അതേ രീതിയിലാണ് പാർലമെന്ററി സിസ്റ്റം നമ്മളെ ഫോളോ ചെയ്യുന്നതെന്ന് ഓർത്ത് വെച്ചുള്ളൂ. അപ്പം ബ്രിട്ടനിൽ നിന്ന് ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ കടമെടുത്ത ആശയങ്ങൾ ഒന്നുകൂടി പറയാം. റൂൾ ഓഫ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നിയമമാണ് ഏറ്റവും മുകളിൽ. നിയമത്തിന്റെ പേരിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന്റെ പരിരക്ഷ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കിട്ടുന്നത്. ഇതിനൊക്കെ മുകളിൽ ആരുമില്ല. ഇങ്ങനെയുള്ള ആശയങ്ങളൊക്കെയാണ് ഈ റൂൾ ഓഫ് ലോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയമാണ്. അടുത്തതായിട്ട് സിംപ്ലിഫിക്കേഷൻ. നമ്മുടെ രാജ്യത്ത് ടൈപ്പ് പൗരത്വം മാത്രമേ ഉള്ളൂ. ഇന്ത്യൻ പൗരൻ എന്നുള്ള ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഓരോ സംസ്ഥാനങ്ങളുടെയും പേര് പൗരത്വം നമ്മുടെ ഇവിടെ ഇല്ല. അതാണ് സിംപിൾ സിറ്റുവേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ ബ്രിട്ടനിൽ കടം കൊണ്ടാണ്. അടുത്തായിട്ട് ക്യാബിനറ്റ് സിസ്റ്റം. ക്യാബിനറ്റ് എന്ന് പറഞ്ഞാൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും കൂടി ഉൾപ്പെടുന്നതാണ് ക്യാബിനറ്റ് സിസ്റ്റം. എന്ന് മാത്രമല്ല ഈ ക്യാബിനറ്റില് ഇവര് വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവർക്ക് അധികാരം കിട്ടുന്നത് ഇവർക്ക് പാർലമെന്റില് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ടാണ്. ആ രീതിയിൽ ബ്രിട്ടന്റെ അതേ രീതി തന്നെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഫോളോ ചെയ്യുന്നത്. ക്യാബിനറ്റ് സിസ്റ്റത്തിലൂടെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ കീഴിൽ ഒരു മന്ത്രിസഭ ഉണ്ട്. എന്ന് വെച്ചാൽ ഇവർക്ക് അധികാരം കിട്ടുന്നത് കൊണ്ടാണ് ഇവർക്ക് പാർലമെന്റില് ഭൂരിപക്ഷം ഉള്ളതുകൊണ്ട് കൂടിയാണ്. അതും നമ്മുടെ ബ്രിട്ടന്റെ അതേ രീതിയാണ് ഇവിടെ പിന്തുടരുന്നത്. അടുത്ത ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ. നമ്മളെ പാർലമെന്റിന് ഏതൊരു കാര്യത്തിലും നിയമം ഉണ്ടാക്കുന്നത് നമ്മൾ പറഞ്ഞു. അതിന് മുകളിൽ മറ്റൊരു അധികാര കേന്ദ്രം അവിടെ ഇല്ല. പിന്നെ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾക്ക് അതിന് മുകളിൽ പ്രസിഡന്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കൂടി അദ്ദേഹത്തിന്റെ ഒപ്പെന്ന് പറഞ്ഞാൽ ഒരു ചടങ്ങ് ചോദിക്കാനുള്ള ആ ഒരു അർത്ഥത്തിലുള്ളൂ. അപ്പം നമ്മുടെ പാർലമെന്റാണ് ഏറ്റവും അധികാരമുള്ളത് നിയമം ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ. ആ പാർലമെന്ററി സോവറൈറ്റി അവിടെ ഉണ്ട്.
അടുത്തായിട്ട് റിട്ടുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു. മൗലികാവകാശം ഏതെങ്കിലും തരത്തിൽ തടസ്സപ്പെടുന്ന സാഹചര്യത്തിൽ കോടതിക്ക് ഈ റിട്ടുകൾ വഴി ഈ മൗലികാവകാശങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാവുന്നതാണ്. ഈ റിട്ടുകൾ നമ്മൾ അതിൽ നിന്ന് എടുത്ത ആശയമാണ്. അടുത്തതായിട്ട് പാർലമെന്ററി പ്രിവിലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഒരു പാർലമെന്റിലെ അംഗങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയണമെങ്കിൽ അവർക്ക് സംരക്ഷണം ആവശ്യമാണ്, അഭിപ്രായ സ്വാതന്ത്ര്യം ആവശ്യമായിട്ടുണ്ട്. അത് പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊവിഷനായി പാർലമെന്ററി പ്രിവിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സഭയ്ക്കുള്ളിൽ പാർലമെന്റിനുള്ളിൽ ഒരു അംഗം പറഞ്ഞ അഭിപ്രായത്തിന്റെ അല്ല പ്രകടിപ്പിച്ച ഒരു അഭിപ്രായത്തിന്റെ പേരിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാനോ അദ്ദേഹത്തെ വിചാരണ ചെയ്യുവാനോ സാധിക്കത്തില്ല. അതിന് കൂടുതൽ തെളിവുകളൊക്കെ ആവശ്യമുണ്ട്. അപ്പം അതാണ് പാർലമെന്ററി പ്രിവിലേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തായിട്ട് ബൈക്യാമറൽ സിൻഡ്രോം എന്ന് പറയുന്നത് പാർലമെന്റിന്റെ ഭാഗമായിട്ട് രണ്ട് സഭകളുണ്ട്, ലോക്സഭയുണ്ട്, രാജ്യസഭയുണ്ട്. ഇതേ രീതിയാണ് ബ്രിട്ടനിലും ഉള്ളത്. പാർലമെന്റിന്റെ ഭാഗമായിട്ട് രണ്ട് സഭകളുണ്ട്. അതാണ് ബൈക്യാമറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബൈ എന്ന് രണ്ടാണ്, ബൈക്യാമറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് സഭയുടെ ഭാഗമായിട്ട് രണ്ട് ഹൗസുകളുണ്ട്, രണ്ട് സഭകളുണ്ടെന്നുള്ളത്. അടുത്തായിട്ട് പാർലമെന്ററി ഗവൺമെന്റ്. പാർലമെന്ററി ഗവൺമെന്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു മന്ത്രിസഭ നിയമങ്ങളും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും എടുക്കുന്ന മുൻഗണനകളുണ്ട്. അവർ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് ഒപ്പിടാനായിട്ട് മുകളിൽ നമ്മുടെ രാജ്യത്താണ് പ്രസിഡന്റ് ഉണ്ട്. ബ്രിട്ടനിലാണെങ്കിൽ അവിടെ ഒരു രാജാവുണ്ട്. ആ ഒരു രീതിയിലെ പാർലമെന്റ് തന്നെയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അപ്പൊ പാർലമെന്ററി ഗവൺമെന്റ് നമ്മുടെ ബ്രിട്ടനിൽ നിന്ന് കടമെടുത്താണ്. ഇതിൽ ഓരോ സ്ഥലത്തുനിന്നും നമ്മൾ ഏതൊക്കെ എടുക്കും എന്നുള്ളത് ചോദ്യങ്ങളിൽ എപ്പോഴും വരുന്നതാണ്. ആ ചോദ്യങ്ങൾ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഓർത്ത് വെച്ചോളുക. ഇപ്പൊ ഇതെന്തായാലും കേട്ട് വെക്കുക, പിന്നെ നോട്ട് വരുമ്പോൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കും. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഷെഡ്യൂളുകളുടെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ശനിയാഴ്ച നടന്ന 10th പ്രിലിംസിൻ്റെതിൽ ഒരു ഷെഡ്യൂളിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇതൊക്കെ ആവർത്തിച്ച് വരുന്നതാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നമ്മൾ എന്തായാലും പഠിച്ചേ പറ്റുള്ളൂ. അടുത്തായിട്ട് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് നമ്മൾ എന്തൊക്കെയാണ് കടം കൊണ്ടതെന്നുള്ളതാണ് അടുത്തായിട്ട് നോക്കുന്നത്. ഒന്നാമതായിട്ട് ജുഡീഷ്യറി, നീതിന്യായ വ്യവസ്ഥയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് അമേരിക്കയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. ജുഡീഷ്യൽ റിവ്യൂ എന്തെന്ന് വെച്ചാൽ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള അവകാശം സുപ്രീം കോടതിക്ക് ഭരണഘടന കൊടുത്തിട്ടുണ്ട്. അതാണ് ജുഡീഷ്യൽ റിവ്യൂ. ഇത് അമേരിക്കയിൽ നിന്ന് നമ്മൾ എടുത്തേക്കുന്ന ഒരാശയമാണ്. അടുത്തായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്. അത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൗലിക അവകാശം എന്നുള്ളത് അമേരിക്കൻ ഭരണഘടനയിലെ ഉണ്ടായിരുന്ന ഒരു മെയിൻ ഫീച്ചറാണ്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ രാജ്യത്ത് 6 മൗലിക അവകാശങ്ങളുണ്ട്. ഇത് അമേരിക്കയിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ളതാണ് മൗലിക അവകാശങ്ങൾ. അടുത്തായിട്ട് അമേരിക്കയിലെ ജുഡീഷ്യറി സ്വതന്ത്രമായിട്ടൊക്കെ പ്രവർത്തിക്കുന്നതാണ്. ആ രീതിയിൽ ആ ഒരു സ്വാതന്ത്ര്യം എൻഷുർ ചെയ്യാനും അല്ലെങ്കിൽ ഉറപ്പ് കൊടുക്കാനൊക്കെ ആയിട്ടുള്ള കുറച്ച് പ്രൊവിഷൻസ് നമ്മൾ അമേരിക്കയിൽ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ പൊതുവിചാരണ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് എന്നുള്ള ഒരേ ഒരു രീതി വഴി മാത്രമേ നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റിനെ മാറ്റാൻ സാധിക്കത്തുള്ളൂ. ഭയങ്കര കാഠിന്യമായ പ്രോസസ്സിൽ പൊതുവിചാരണ അല്ലെങ്കിൽ ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞ ഒറ്റ ഒരു പ്രോസസ്സ് വഴി നമ്മുടെ ഇവിടുത്തെ പ്രസിഡന്റിനെ റിമൂവ് ചെയ്ത് അവിടെ നിന്ന് മാറ്റാനായിട്ട് സാധിക്കത്തുള്ളൂ. അങ്ങനെയൊക്കെ ഭരണഘടനയാണ് അമേരിക്കൻ ഭരണഘടനയാണ്. അതായത് 2020 അവസാനിച്ച ടീമിന്റെ ആ ഒരു അവസാന കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിനെതിരെ ഒരു ഇംപീച്ച്മെന്റ് പ്രോസസ് ഒക്കെ അന്ന് വന്നിരുന്നു. പക്ഷെ അമേരിക്കയിൽ ഇതുവരെ ഒരു പ്രസിഡന്റ് ഇംപീച്ച് അല്ലെ പൊതുവിചാരണ പ്രകാരം പുറത്താക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ രാജ്യത്ത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിലും ഈ പ്രസിഡന്റിനെ മാറ്റാനുള്ള പ്രോസസ്സിന്റെ പേര് ഇംപീച്ച്മെന്റ് എന്നാണ്. ആ ഇംപീച്ച്മെന്റ് നമ്മൾ കടം കൊണ്ടതാണ്, ആശയം കടം കൊണ്ടത് അമേരിക്കൻ ഭരണഘടനയാണ്. ഓർപ്പിച്ചുള്ളത്. അടുത്തതായിട്ട് നമ്മുടെ രാജ്യത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെയാണ് അമേരിക്കയിൽ ഒരു വൈസ് പ്രസിഡന്റ് ഉണ്ട്. ഇങ്ങനെ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു സ്ഥാനം നമ്മുടെ ലഭിക്കുന്നത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. നമ്മുടെ രാജ്യത്ത് വൈസ് പ്രസിഡന്റ് ഉണ്ട്. അപ്പോൾ ഈ വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞൊരു സ്ഥാനം നമ്മൾ ഇങ്ങനെ ഒരാളെ നിയമിക്കാനുള്ള ആശയം കടന്നുള്ളത് അമേരിക്കൻ ഭരണഘടനയാണ്. ഓർമ്മിച്ചുള്ള അടുത്തതായിട്ട് നമ്മുടെ ഇവിടുത്തെ സുപ്രീം കോടതി ജഡ്ജിമാരെ ഹൈക്കോടതി ജഡ്ജിമാരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റണമെങ്കിൽ പ്രത്യേകം
ഒരു പ്രൊസീജിയർ ഫോളോ ചെയ്യാനേ പറ്റുള്ളൂ. അതായത് നമ്മുടെ സഭയിലെ പാർലമെന്റിൽ അതിനൊരു പ്രമേയം പാസ്സാക്കണം, അതും പ്രത്യേക ഭൂരിപക്ഷത്തിലൊക്കെ പാസ്സാക്കണം. എന്നിട്ട് അത് സഭയിൽ ചർച്ച ചെയ്യണം. ഈ സഭയിൽ ചർച്ച ചെയ്യുമ്പം ഈ കുറ്റം ആരോപിക്കപ്പെട്ട ജഡ്ജിന്, സുപ്രീം കോടതി ജഡ്ജായിക്കോട്ടെ ഹൈക്കോടതി ജഡ്ജായിക്കോട്ടെ, ഇദ്ദേഹത്തിന് പോയി മൊഴി കൊടുക്കാനൊക്കെ സാധിക്കും. അപ്പോൾ ഇദ്ദേഹത്തിന്റെ മൊഴിയുടെ ഒരു അന്വേഷണത്തിന്റെ ഒക്കെ ഭാഗമായിട്ട് വീണ്ടും സഭയിൽ ഒരു പ്രമേയം പാസ്സായാൽ മാത്രമേ ഈ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ മാറ്റാൻ സാധിക്കുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഇതുവരെ ഒരു ജഡ്ജിനെ അങ്ങനെ മാറ്റിയിട്ടില്ല. അപ്പം അത്ര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോസസ്സാണ്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് നമ്മൾ പറഞ്ഞ പ്രസിഡന്റിനെ മാറ്റാനുള്ള പ്രോസസ്സ് നമ്മൾ അമേരിക്കയിലാണ് കടന്നുള്ളത്. അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരെ ഹൈക്കോടതി ജഡ്ജിമാരെ മാറ്റാനുള്ള ആ ഒരു പ്രോസസ്സ് നമ്മൾ അമേരിക്കയിൽ നിന്ന് തന്നെയാണ് കടന്നുള്ളത്. ആ ഒരു സ്റ്റേറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഏത് രീതിയിലാണ് മാറ്റുന്നത്. അപ്പൊ അമേരിക്കൻ ഭരണഘടനയാണ് നമ്മൾ കടമെടുത്ത ആശയം. എന്നോട് പറഞ്ഞ ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്തെന്ന് വെച്ചാൽ പാർലമെന്റ് അല്ലെങ്കിൽ ലെജിസ്ലേച്ചർ പാസാക്കുന്ന നിയമങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള ആ ഒരു അധികാരമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. അത് സുപ്രീം കോടതിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അമേരിക്കയിൽ നിന്ന് എടുത്തേക്കുന്ന ഒരു രീതിയാണ്. അടുത്തതായിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്, അമേരിക്കയിൽ നിന്നുള്ള മൗലിക അവകാശങ്ങൾ എന്ന് പറഞ്ഞ ആ ഒരു ആശയം നമ്മൾ എടുത്തില്ല. രാജ്യത്തെ മൗലികാവകാശങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് അമേരിക്കൻ ഭരണഘടനയുടെ രീതിയിലാണ് നമ്മൾ അത് ചെയ്തിരിക്കുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് നീതിന്യായ വ്യവസ്ഥ സ്വതന്ത്രമാക്കാനൊക്കെ ആയിട്ട് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അത് നമ്മൾ അമേരിക്കയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള ഇംപീച്ച്മെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ആശയം നമ്മൾ അമേരിക്കയിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം ഇംപീച്ച്മെന്റ് അല്ലെങ്കിൽ പൊതുവിചാരണ എന്ന് പറഞ്ഞ ആ ഒരു പ്രൊസീജിയറാണ്. ഇത് അമേരിക്കയിൽ നിന്നുള്ള കടകൊണ്ടാണ്. അടുത്തതായിട്ട് സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാരെ റിമൂവ് ചെയ്യാനുള്ള പ്രൊസീജിയർ, അതെങ്ങനെ ചെയ്യും, ഏത് രീതിയിൽ ചെയ്യും എന്നുള്ളത് അമേരിക്കൻ ഭരണഘടനയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ പോസ്റ്റ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറഞ്ഞ ഒരു വ്യക്തി വേണം എന്നുള്ള ആശയം നമ്മൾ അമേരിക്കൻ ഭരണഘടനയിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ, കാനഡയിലുള്ള കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയങ്ങളാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് എടുത്തിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. ഫെഡറേഷൻ എന്താണെന്നല്ല, ഫെഡറൽ സ്റ്റേറ്റ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു രാജ്യത്തെ ചെറിയ ചെറിയ ഭാഗങ്ങൾ സ്വതന്ത്ര ഭരണ വ്യവസ്ഥ, സ്വതന്ത്ര ഭരണ അധികാരമൊക്കെയുള്ള ഭാഗങ്ങൾക്ക് തിരിച്ചിരിക്കുന്നതാണ്. നമ്മൾ ഇന്ത്യയെ സംബന്ധിച്ചാൽ ഇന്ത്യയിൽ സംസ്ഥാനങ്ങളായിട്ട് സ്വതന്ത്ര അധികാരമുള്ള കുറേയേറെ സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഏറ്റവും സ്ട്രോങ്. അപ്പം ഒരു സ്ട്രോങ് സെന്റർ, ഫെഡറേഷൻ സ്ട്രോങ് സെന്റർ എന്ന് പറഞ്ഞ ആശയം അതാണ് നമ്മുടെ ഇന്ത്യയിലുള്ളത്. നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് കാനഡയിലാണ്. നമ്മുടെ പറയാൻ ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫെഡറൽ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ശക്തമാണെങ്കിൽ അതിനാണ് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ എന്ന് പറയുന്നത്. ഇന്ത്യയുടെ കാര്യത്തിൽ പറയുന്ന സംസ്ഥാനങ്ങളെക്കാളും പവർഫുൾ ആണ്, കൂടുതൽ അധികാരങ്ങളുള്ളത് കേന്ദ്ര ഗവൺമെന്റിൽ നിന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതാണ് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ. ഇത് നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ഉൾക്കൊണ്ട ഒരു ആശയമാണ്. അല്ലെങ്കിൽ അവരുടെ ആ ഒരു മാതൃകയിലാണ്, ആ രീതിയിൽ നമ്മൾ കോപ്പി ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടനയിലേക്ക് ഉൾപ്പെടുത്തിയത്. അടുത്തത് റെസിഡ്യൂറി പവേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മുടെ ഭരണ വിഷയങ്ങളെ 3 ലിസ്റ്റ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ 3 ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും വിഷയങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ ഭരണവുമായിട്ട് ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം വരുന്നുണ്ടെങ്കിൽ അത് കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും ആ ഒരു വിഷയത്തിൽ അധികാരം എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്തുള്ളത്. ഒന്നുകൂടി പറയാം, റെസിഡ്യൂറി പവേഴ്സ് എന്താണെന്ന് വെച്ചാൽ ഈ 3 ലിസ്റ്റുകൾ, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതാണ് റെസിഡ്യൂറി പവേഴ്സ്. ബാക്കിയുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങൾ, അതാണ് റെസിഡ്യൂറി പവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മിച്ചമുള്ള ആ ഒരു പവേഴ്സ് അല്ലെങ്കിൽ ആ അധികാരങ്ങൾ അത് നമ്മുടെ രാജ്യത്ത് എപ്പോഴും കേന്ദ്ര ഗവൺമെന്റിന്റെ കയ്യിലായിരിക്കും. അതുപോലെ പറയാം, സ്റ്റേറ്റ് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, ഈ 3 ലിസ്റ്റിൽ പെടാത്ത ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ആ വിഷയത്തിൽ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. അതാണ് റെസിഡ്യൂറി പവേഴ്സ് സെന്ററിനായിരിക്കും നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കാനഡയിൽ എടുത്തേക്കുന്ന ഒരു ആശയം. അടുത്തതായിട്ട് ഗവർണേഴ്സിന്റെ കാര്യം. ഗവർണേഴ്സിന്റെ കാര്യം നമ്മൾ പറഞ്ഞു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും സെന്റർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യും. സെന്റർ ഒരു ഗവർണറെ ഒരു സംസ്ഥാനത്തിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം നമ്മുടെ ഇവിടെ വരുന്ന ഗവർണർമാർ എന്താണ് ചെയ്യുന്നത്, അവര് സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ മുകളിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ആശയങ്ങളെ ഒരു തരത്തിൽ
സ്വാധീനിക്കാൻ ആ ആശയങ്ങൾ വെച്ച് സ്വാധീനിക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിനെ തൊട്ട് മുമ്പുണ്ടായിരുന്ന നമ്മുടെ കേരള ഗവർണർ അങ്ങനെ പല വിവാദങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ആശയങ്ങളെ സംസ്ഥാന ഭരണത്തിലേക്ക് സ്വാധീനിക്കാനായിട്ടാണ് ഈ ഗവർണറെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഒരു സെന്റർ അപ്പോയിന്റ് ചെയ്യുന്ന ആ ഒരു ഗവർണർ എന്നുള്ള ആ ഒരു ആശയത്തിൽ അത് നമ്മൾ കാനഡയിൽ നിന്നാണ് നമ്മൾ ആ ഒരു ആശയം എടുത്തിരിക്കുന്നത്. അടുത്തായിട്ട് നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതിക്ക് പ്രസിഡന്റിനെ ഉപദേശിക്കാനുള്ള അല്ലെങ്കിൽ പ്രസിഡന്റിന് ഏതെങ്കിലും കാര്യത്തിൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രത്യേക ഒരു അഡ്വൈസ് വേണം, അല്ലെങ്കിൽ ഉപദേശം വേണം, അല്ലെങ്കിൽ ഒരു അഭിപ്രായം വേണമെന്നുണ്ടെങ്കിൽ പ്രസിഡന്റിന് സുപ്രീം കോടതിയുടെ അഭിപ്രായം തേടാവുന്നു. അങ്ങനെ ആ ഒരു അഡ്വൈസറി പവർ ഓഫ് സുപ്രീം കോടതി അതുകൊണ്ടാണ് നമ്മൾ കാനഡയിൽ നടത്തിയിരിക്കുന്നത്. നമ്മളിപ്പറയാം നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിന് ഏതെങ്കിലും നിയമമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രത്യേകം പ്രത്യേക എന്തെങ്കിലും അഭിപ്രായം കേൾക്കണം, അല്ലെങ്കിൽ ഒരു ഉപദേശം വേണം, അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ പ്രസിഡന്റിന് സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടാൽ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ആ ഒരു ഉപദേശാധികാരം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം പറയാനുള്ള പ്രസിഡന്റ് ചോദിക്കുന്ന സാഹചര്യത്തിൽ അഭിപ്രായം പറയാനുള്ള ആ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു പവറിലാണ് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുള്ളത്. കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തേക്കുന്ന ആ ഒരു പ്രൊവിഷൻസ് ഒന്നുകൂടി പറയാം. ഒന്ന് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ. നമ്മുടെ രാജ്യത്തെ കേന്ദ്ര ഗവൺമെന്റ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സംസ്ഥാന ഗവൺമെന്റുകളെക്കാൾ. അതാണ് ഫെഡറേഷൻ വിത്ത് എ സ്ട്രോങ് സെന്റർ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ആണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് റെസിഡറി പവേഴ്സ് എന്താണെന്നുള്ളത് 3 ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകൾക്ക് പുറത്തുള്ള വിഷയങ്ങൾ, ഈ ലിസ്റ്റുകളുടെ കീഴിൽ വരാത്ത വിഷയങ്ങളാണ് റെസിഡറി പവേഴ്സ് അല്ലെങ്കിൽ അവശേഷ അല്ല മിച്ചം വരുന്ന ആ ഒരു അധികാരങ്ങൾക്കാണ് റെസിഡറി പവേഴ്സ് എന്ന് പറയുന്നത്. ആ റെസിഡറി പവേഴ്സിന് നിയമം ഉണ്ടാക്കാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനായിരിക്കും. അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ആശയമാണ്. അടുത്തത് സ്റ്റേറ്റ് ഗവർണർമാരെ നിയമിക്കുന്ന സെൻട്രൽ സ്റ്റേറ്റ് ഗവർണർമാരെ നിയമിക്കുന്ന ആ ഒരവസ്ഥ അല്ലെങ്കിൽ ആ ഒരു രീതി എന്ന് പറഞ്ഞാൽ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞു പ്രസിഡന്റിനൊക്കെ നിയമത്തിന്റെ കാര്യത്തിൽ പ്രത്യേക ഒരു അഭിപ്രായമാണോ അല്ലെങ്കിൽ ഉപദേശമാണെങ്കിൽ സുപ്രീം കോടതിക്ക് അത് നൽകാവുന്നതാണ്. ആ ഒരു അഡ്വൈസറി പവർ ഓഫ് സുപ്രീം കോർട്ട് എന്ന് പറഞ്ഞാൽ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുള്ളതാണ്. അടുത്തത് ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ആശയങ്ങൾ കടംകൊണ്ടിട്ടുണ്ടെന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്ന് പറഞ്ഞാൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്നുള്ളത് നമ്മുടെ ഭരണഘടനയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് പോളിസി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. മൗലികാവകാശങ്ങൾക്ക് ശേഷം പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണത്. അങ്ങനെ ആ ഒരു നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊവിഷൻ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ, അയർലൻഡിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മുടെ രാജ്യത്തെ രാജ്യസഭയിലേക്ക് കുറച്ച് പേരെ നോമിനേറ്റ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് 12 പേരെ നോമിനേറ്റ് ചെയ്യാവുന്നതാണ്. കലയായിക്കോട്ടെ, സ്പോർട്സ് ആയിക്കോട്ടെ, സാംസ്കാരികം ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള മേഖലകളിൽ പെട്ടവരെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാം എന്നുള്ള ഒരു പ്രൊവിഷൻ ഉണ്ട്. സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ അങ്ങനെ നോമിനേറ്റ് ചെയ്തിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ചില സിനിമാ താരങ്ങളൊക്കെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇവരെയെല്ലാം ഈ ഒരു രീതിയിലാണ് 12 പേര് കല, സാംസ്കാരിക, സ്പോർട്സ് ഇങ്ങനെയുള്ള മേഖലകളിൽ നിന്നും രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യാമെന്ന് നമ്മുടെ ഭരണഘടന പറയുന്നുണ്ട്. അങ്ങനെ ഭരണഘടനയിലേക്ക് മെമ്പേഴ്സിനെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാമെന്നുള്ള രീതി അയർലൻഡിന്റെ ഭരണഘടനയാണ് നമ്മൾ കടം കൊണ്ടുപോകുന്നത്. അടുത്തായിട്ട് പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി. നമ്മുടെ രാജ്യത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കുന്ന രീതി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പ്രസിഡന്റിനെ പറ്റി പഠിക്കുമ്പോൾ പറയാം. എങ്കിലും പറയാം, നമ്മുടെ രാജ്യത്തെ ഓരോ സംസ്ഥാനത്തെയും ലെജിസ്ലേച്ചർ നിയമനിർമ്മാണ സഭകളുടെ അടിസ്ഥാനത്തിലൊക്കെയാണ് നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റിനെ എടുക്കുന്നത്. ആ ഒരു പ്രോസസ് ഡീറ്റെയിലായിട്ട് പിന്നെ പറയാം. എങ്കിൽ ആ രീതിയിൽ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന രീതി നമ്മൾ ഐറിഷ് ഭരണഘടനയിലാണ് നമ്മൾ കടമെടുത്തിട്ടുള്ളത്. അപ്പോൾ അയർലൻഡിന്റെ ഭരണഘടനയിൽ നമ്മൾ എടുത്തേക്കുന്ന ആശയങ്ങൾ ഒന്നുകൂടി പറയാം. ഒന്നാമതായിട്ടും അല്ല പ്രധാനമായിട്ടും നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നമ്മൾ ഐറിഷ് ഭരണഘടനയിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യസഭയിലേക്ക് 12 അംഗങ്ങളെ കലാ, സാംസ്കാരിക, സ്പോർട്സ് തുടങ്ങിയ മേഖലകളിൽ നിന്നും 12 പേരെ നോമിനേറ്റ് ചെയ്യും. അങ്ങനെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യാനുള്ള രീതി ഐറിഷ് ഭരണഘടനയാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിട്ടുള്ള ആശയം. അടുത്തായിട്ട് പ്രസിഡന്റിനെ ഏത് രീതിയിൽ തിരഞ്ഞെടുക്കും എന്നുള്ളതും ഐറിഷ് ഭരണഘടനയാണ് നമ്മൾ എടുത്തിട്ടുള്ള ആശയം. അടുത്തതായിട്ട്
കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ആശയം. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്ര ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന നിയമ വിഷയങ്ങളാണ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന് നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ രണ്ട് ഭാഗങ്ങൾക്കും, സെൻട്രലിനും ആയിക്കോട്ടെ സ്റ്റേറ്റിനും ആയിക്കോട്ടെ, നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുക എന്ന് പറയുന്ന ആശയം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്നാണ്. അത് ഓർത്ത് വെച്ചുകൊള്ളുക. കൺകറന്റ് ലിസ്റ്റ് സ്റ്റേറ്റിനും സെൻട്രലിനും, കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളെ ഒറ്റ ലിസ്റ്റാക്കി കൺകറന്റ് ലിസ്റ്റ് എന്ന രീതിയിലേക്ക് മാറ്റിയത് നമ്മൾ ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ള ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അടുത്തായിട്ട് ഫ്രീഡം ഓഫ് ട്രേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ ഒരു കച്ചവടം തുടങ്ങി കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് കച്ചവടം ചെയ്യാം. നമ്മുടെ കേരളത്തിൽ കച്ചവടം ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും കച്ചവടം ചെയ്യാൻ, ട്രേഡ് നടത്താനൊക്കെ ആയിട്ട് സാധിക്കും. അല്ലാതെ ഇപ്പം നമ്മൾ ഒരു കേരളീയനാണെന്ന് വെച്ച് നമ്മുടെ മുകളിൽ ഒരു നികുതി ഏർപ്പെടുത്താൻ മറ്റ് സ്ഥലങ്ങൾക്ക് പ്രത്യേക അധികാരമൊന്നുമില്ല. അവരുടെ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു തരത്തിൽ തമിഴ്നാട്ടിൽ ചെല്ലുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ ഉള്ളവർക്ക് മുകളിൽ തമിഴ്നാട്ടിലെ സർക്കാർ ഏതെങ്കിലും നികുതി ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ മുകളിൽ വേണം ചുമത്താൻ സാധിക്കും. പക്ഷെ കേരളീയനാണെന്നുള്ള പേരിൽ ഒരിക്കലും തമിഴ്നാട് സർക്കാരിന് നമ്മുടെ മുകളിൽ ഒരു നികുതി ഏർപ്പെടുത്താൻ സാധിക്കത്തില്ല. നമ്മുടെ രാജ്യത്തിൽ എല്ലായിടത്തും ട്രേഡ് നടത്താൻ, കച്ചവടം നടത്താനുള്ള അധികാരമുണ്ട്. ഇത് നമ്മൾ ഓസ്ട്രേലിയൻ ഭരണഘടനയാണ് എടുത്തിട്ടുള്ള ഒരാശയം. ഈ കൊമേഴ്സ് ആൻഡ് ഇന്റർകോഴ്സും അതിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ട്രേഡും കൊമേഴ്സും. വ്യാവസായികമായിട്ടും കച്ചവടമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ മൊത്തം ഒരേ അവകാശം തന്നെയാണ് എല്ലാവർക്കും. നമ്മൾ മറ്റൊരു സംസ്ഥാനത്ത് പോയി ചെയ്താലും നമ്മുടെ കേരളത്തിൽ കിട്ടുന്ന അതേ അവകാശങ്ങൾ നമുക്ക് അവിടെ കിട്ടേണ്ടതാണ്. അടുത്തായിട്ട് നമ്മുടെ രാജ്യസഭയിൽ ലോക്സഭയിൽ ഏതെങ്കിലും വിഷയത്തിൽ സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടോന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇവർക്ക് ഏതെങ്കിലും നിയമത്തിന്റെ കാര്യത്തിൽ, ഏതെങ്കിലും വിഷയത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്നിരിക്കട്ടെ, അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഒരുമിച്ച് ചേർന്ന് ഒരു നിയമം പാസ്സാക്കാവുന്നതാണ്. അതാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ഇവര് ഒരുമിച്ചിരിക്കുന്ന ആ ഒരു സാഹചര്യത്തിലാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാൻ, ലോക്സഭയ്ക്കും രാജ്യസഭയ്ക്കും ഏതെങ്കിലും വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം മാറ്റാനായിട്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? രാജ്യസഭ പ്രത്യേകം കൂടുന്നു, ലോക്സഭ വേറെ സ്ഥലത്ത് പ്രത്യേകം കൂടുന്നു. അപ്പൊ ഈ അഭിപ്രായ വ്യത്യാസം മാറ്റാനായിട്ട് രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കൂടി നിയമം പാസ്സാക്കാൻ സാധിക്കുന്ന ആ ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ അതിനായിട്ട് സഹായിക്കുന്ന ഒരു സ്ഥിതിയാണ് ജോയിന്റ് സിറ്റിംഗ് എന്ന് പറയുന്നത്. പാർലമെന്റിന്റെ ജോയിന്റ് സിറ്റിംഗ്. ഈ ഒരു രീതി നമ്മൾ ഓസ്ട്രേലിയൻ ഭരണഘടനയാണ് എടുത്തിട്ടുള്ളത്. ഈ ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റിയൊക്കെ നമുക്ക് ഇന്ത്യയുടെ പാർലമെന്റ് പഠിക്കുമ്പോൾ പഠിക്കാവുന്നതാണ്. ജോയിന്റ് സിറ്റിങ് ആകെ നമ്മുടെ രാജ്യത്ത് കുറച്ച് തവണ നടന്നിട്ടുള്ളൂ. അപ്പം ഈ ജോയിന്റ് സിറ്റിങ് ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസം മാറ്റണമെങ്കിൽ രാജ്യസഭയ്ക്കും ലോക്സഭയും ഒരുമിച്ചിരുന്ന് തീരുമാനം എടുക്കാൻ സാധിക്കുന്ന ഒരവസ്ഥയാണ് ജോയിന്റ് സിറ്റിങ്. ഇത് നമ്മൾ ഓസ്ട്രേലിയൻ ഭരണഘടനയാണ് കടമെടുത്തിട്ടുള്ള ഒരാശയമാണ്. ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ കടമെടുത്തിട്ടുള്ള ആശയം എന്നോട് പറയാൻ കൺകറന്റ് ലിസ്റ്റ്, സംസ്ഥാനത്തിനും കേന്ദ്രത്തിനും ഒരുപോലെ നിയമം ഉണ്ടാക്കാൻ സാധിക്കുന്ന വിഷയങ്ങളാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ ഈ ലിസ്റ്റ് എന്ന് പറഞ്ഞ ആശയം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഓസ്ട്രേലിയൻ ഭരണഘടനയാണ്. അടുത്തായിട്ട് ഫ്രീഡം ഓഫ് ട്രേഡ് അല്ലെ കൊമേഴ്സ് അങ്ങനെയുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും നമുക്ക് കച്ചവടം നടത്താൻ സാധിക്കും. നമുക്ക് വേണമെങ്കിൽ തമിഴ്നാട്ടിൽ പോയി കച്ചവടം നടത്താൻ സാധിക്കും. പക്ഷെ നമ്മൾ കേരളീയനാണെന്ന് വെച്ച് തമിഴ്നാട് സർക്കാരിന് നമ്മുടെ മുകളിൽ നികുതി ചുമത്താനായിട്ട് സാധിക്കത്തില്ല. അപ്പം നമ്മുടെ രാജ്യത്ത് എവിടെ വേണമെങ്കിലും കച്ചവടം നടത്താനുള്ള അവകാശമുണ്ട്. ഇത് നമ്മൾ ഓസ്ട്രേലിയൻ ഭരണഘടനയാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് ജോയിന്റ് സിറ്റിംഗ് ഓഫ് പാർലമെന്റ്. ഏതെങ്കിലും തരത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് ഇവർക്ക് ഒരുമിച്ചിരുന്ന് ഒരു നിയമം ചർച്ച ചെയ്യാനും പാസ്സാക്കാനും സാധിക്കുന്ന ഒരവസ്ഥയാണ് ജോയിന്റ് സിറ്റിംഗ് നടക്കുന്നത്. ഇത് നമ്മൾ ഓസ്ട്രേലിയൻ ഭരണഘടനയാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നമ്മൾ നോക്കുന്നത് ഭരണഘടനയെ എങ്ങനെ ഭേദഗതി ചെയ്യേണ്ടത്. ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താ? ഭരണഘടനയെ മാറ്റം വരുത്തുക എന്നുള്ള ഒരു പ്രൊസീജിയറാണ് അമെൻഡ്മെന്റ് അല്ലെങ്കിൽ ഭേദഗതി എന്ന് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയെ ഭേദഗതി ചെയ്യാൻ, മാറ്റം വരുത്താൻ, അമെൻഡ് ചെയ്യാനുള്ള ആ രീതിയൊക്കെ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് നമ്മുടെ രാജ്യസഭയിലെ അംഗങ്ങളെ എങ്ങനെയാണ് തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മൾ സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിലാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്ത് രാജ്യസഭയിലേക്ക് എങ്ങനെയാണ് മെമ്പർമാരെ തിരഞ്ഞെടുക്കുന്നത് എന്ന് രീതിയിലുണ്ടാക്കി. നമ്മുടെ കേരളത്തിലൊക്കെ പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മൊത്തം 9 പേരാണ് കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഇവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ
നിയമസഭയിലെ ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഇക്വേഷന്റെ ഒക്കെ ബേസിലാണ്. അപ്പം നമ്മൾ അത്രയും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട, ഇതിന് രാജ്യസഭ പഠിക്കുമ്പോൾ നമുക്ക് അതിനെ പറ്റിയൊന്നും പഠിച്ചു പോകാവുന്നതാണ്. എങ്കിലും നിയമസഭയിൽ ഓരോ പാർട്ടിക്കും എത്ര സീറ്റ് ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലൊക്കെയാണ് രാജ്യസഭയിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ ആ ഒരു രീതി സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്നോട് പറയാൻ പ്രൊസീജിയർ ഫോർ അമെൻഡ്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പറഞ്ഞിട്ടുള്ളത് എങ്ങനെ ഭേദഗതി ഏത് രീതി ഭേദഗതി ചെയ്യാൻ അല്ലെങ്കിൽ മാറ്റം വരുത്താം അല്ലെ അമെൻഡ് ചെയ്യാന്നുള്ള ആ രീതി സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. പിന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്ന രീതി നമ്മുടെ സൗത്ത് ആഫ്രിക്കൻ ഭരണഘടനയിലാണ് എടുത്തിട്ടുള്ളത്. അടുത്തായിട്ട് വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനി. ഈ വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ ഒന്നാം ലോക മഹായുദ്ധം തീർന്നു. ആ ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം പിന്നീട് വേഴ്സായി ഉടമ്പടിയൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷം വന്ന ഒരു ജർമ്മനി നിലയിൽ വന്ന ഒരു ഭരണഘടനയാണ് വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ. 1919 തൊട്ട് 1933 വരെ ജർമ്മനി നിലനിന്നിരുന്ന ഭരണഘടനയാണ് വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞത്. അതായത് ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയ്ക്ക് ജർമ്മനിയിൽ ഉണ്ടായിരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഭരണഘടനയിൽ നിന്നാണ് അടിയന്തരാവസ്ഥ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രൊവിഷൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പം മെയിനായിട്ടും ഈ വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓർക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ. അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അല്ലെങ്കിൽ മെയിനായിട്ട് എടുത്തിട്ടുള്ളത് ഈ വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിലാണ്. അടിയന്തരാവസ്ഥ അല്ലെങ്കിൽ എമർജൻസി ആയിട്ട് ബന്ധപ്പെട്ട പ്രൊവിഷൻസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ എന്തെന്ന് വെച്ചാൽ 1919 തൊട്ട് 1933 വരെ ജർമ്മനി നിലനിന്നിരുന്ന ഭരണഘടനയാണ് വെയ്മ കോൺസ്റ്റിറ്റ്യൂഷൻ. അടുത്തായിട്ട് സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ. സോവിയറ്റ് റഷ്യയിൽ നിന്ന് വന്ന കടമൊത്ത ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, മൗലിക കടമകൾ. അതായത് ആർട്ടിക്കിൾ 51 പറഞ്ഞ് നമ്മുടെയൊക്കെ ചില പാഠപുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. ഓരോ പൗരന്റെ മൗലിക കടമകൾ, നമുക്ക് മൗലിക അവകാശങ്ങൾ ഉണ്ടെന്നൊക്കെ അത് നമുക്ക് കിട്ടേണ്ടത്. മൗലിക കടമ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ രാജ്യത്തിന് തിരിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ് മൗലിക കടമകൾ. ഇത് സോവിയറ്റ് റഷ്യ അല്ലെങ്കിൽ USSR നിന്നും നമ്മൾ കടമുണ്ട ആശയമാണ് ഈ പറഞ്ഞ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. അടുത്തത് ഐഡിയൽ ഓഫ് ജസ്റ്റിസ് ഇൻ ദ പ്രിയാമ്പിൾ. നമ്മുടെ ഭരണഘടനയുടെ ആമുഖം അടുത്തായിട്ട് പഠിക്കാൻ പോകുന്ന ആമുഖമാണ് മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ്. ആ ആമുഖം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുന്നില്ല. അതിൻ്റെ അകത്ത് നമ്മുടെ ആമുഖത്തിലെ ഐഡിയൽ ഓഫ് ജസ്റ്റിസ്, സോഷ്യൽ എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, അതായത് ജസ്റ്റിസ് എന്ന വാക്ക് നമുക്കറിയാം നീതി എന്നുള്ള അർത്ഥത്തിലാണ് പ്രയോഗിക്കുന്നത്. നീതി ഏതൊക്കെ തരത്തിലുണ്ട്? സാമൂഹികമായിട്ടുള്ള നീതി, സാമ്പത്തികമായിട്ടുള്ള നീതി, പൊളിറ്റിക്കലായിട്ട് രാഷ്ട്രീയമായിട്ടുള്ള നീതി. ഇത് മൂന്നും അല്ലെ ഈ മൂന്ന് ആശയങ്ങളും പൊതുവെ നീതി എന്ന് പറഞ്ഞ ആശയം തന്നെ റഷ്യയിൽ നിന്ന് നമ്മൾ കടന്നുകൊണ്ടിട്ടുള്ള ഒരാശയം നോക്കി വെച്ചു. അപ്പൊ റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എന്തൊക്കെ സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് എടുത്തിട്ടുള്ളത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൗലിക കടമകൾ ഈ സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിട്ടുള്ളത്. അടുത്തതായിട്ട് ഐഡിയൽ ഓഫ് ജസ്റ്റിസ്, നീതി എന്ന് പറഞ്ഞ ഒരാശയം. അതായത് സാമൂഹിക നീതി, സാമ്പത്തിക നീതി, രാഷ്ട്രീയമായിട്ടുള്ള നീതി, ആ ഒരു രീതിയിൽ ജസ്റ്റിസ് എന്ന് പറയുന്ന ഒരാശയം, നീതി എന്ന് പറയുന്ന ഒരാശയം റഷ്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, സോവിയറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലൂടെ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തായിട്ട് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് നമ്മൾ എടുത്തിട്ടുള്ള ടോപ്പിക് എന്തായാലും കുറെ പറയും. ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. ഈ മൂന്ന് ആശയങ്ങളും ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളെ ഫ്രഞ്ച് റവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഈ വാക്കുകൾ തന്നെ വന്നത്. സ്വാഭാവികമായിട്ടും അപ്പം ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടന്നുകൊണ്ട ആശയങ്ങളിൽ ഒന്നാണ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അടുത്തായിട്ട് റിപ്പബ്ലിക് എന്താണ്? ഒരു രാജ്യത്തലവൻ ജനങ്ങളാൽ തെരഞ്ഞെടുക്കപ്പെട്ട, ജനങ്ങളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണെങ്കിൽ ആ രാജ്യത്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യ ഒരു റിപ്പബ്ലിക്കാണ്. കാരണം നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ് ജനങ്ങളിൽ നിന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. നമ്മുടെ രാജ്യത്തെ പ്രസിഡന്റ് ദ്രൗപദി മുർമുവിനെ തെരഞ്ഞെടുത്തത് നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ട നിയമസഭാ അംഗങ്ങളും ഒക്കെ തെരഞ്ഞെടുത്തിട്ടാണ് ഈ ദ്രൗപദി മുർമു പ്രസിഡന്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങളുടെ ഒരു അഭിപ്രായം അവിടെ വെളിവായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുകയും. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ അതാണ് ജനങ്ങൾ തിരഞ്ഞെടുത്ത രാജ്യത്താണ് ഉണ്ടായിരിക്കുന്ന രാജ്യത്താണ് റിപ്പബ്ലിക് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയുടെ റിപ്പബ്ലിക്കാണ്. ഈ റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ആശയം കടന്നുകൊണ്ടിരിക്കുന്നത് ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷൻ, ഫ്രാൻസിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. അപ്പോൾ നമുക്കറിയാം റിപ്പബ്ലിക് എന്ന് പറഞ്ഞ ആശയം ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഈ ആശയങ്ങളും നമ്മൾ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. ഫ്രഞ്ച് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട്
ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് നമ്മൾ എന്താണ് കടന്നുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തെ ഭരണകാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിയമം അനുശാസിക്കുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോവേണ്ടത്, ആ രീതിയിലേ മുന്നോട്ട് പോകാവുള്ളൂ എന്ന് പറയുന്ന ആ ഒരു രീതിക്കുള്ള പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. എന്നോട് ഒരു രാജ്യത്തെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുമ്പം നിയമം എന്ത് പറയുന്നു ആ രീതിയിലാണ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നതാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന ആ ഒരു വാക്കുകൊണ്ട്, ആ ഒരു ഫ്രേസ് കൊണ്ട്, ആ ഒരു ചൊല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ഭരണകാര്യങ്ങൾ നിർവഹിക്കുമ്പോൾ നിയമം എന്ത് പറയുന്നു ആ രീതിയിലാണ് ചെയ്യേണ്ടത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മൾ ജാപ്പനീസ് ഭരണഘടനയിൽ എടുത്തിട്ടുള്ള ഒരു ആശയമാണ്. നമ്മുടെ രാജ്യത്ത് അത് നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി എന്താണെന്നൊക്കെ പിന്നീട് പറയാം. എങ്കിലും ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന ആശയമാണ് പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ. നിയമം അനുശാസിക്കുന്ന ഏത് രീതിയിലാണോ ആ രീതിയിലെ ഭരണകാര്യങ്ങൾ നിർവഹിക്കാൻ പാടുള്ളൂ. അതാണ് ഈ പ്രൊസീജിയർ എസ്റ്റാബ്ലിഷ്ഡ് ബൈ ലോ ഉദ്ദേശിക്കുന്നത്. ഇത് ജാപ്പനീസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ കടന്നുപോകുന്നത്. ഇനി കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ടോപ്പിക്കിൽ പഠിക്കേണ്ടതെന്ന് കുറച്ച് മനസ്സിലായി. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അടുത്തത്, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അടുത്തത്, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇതാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റുകൾ. ഇതിൽ ശരിയായ പ്രസ്താവന ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആ സ്റ്റേറ്റ്മെന്റുകൾ ഒന്നുകൂടി വായിക്കാം. മൗലിക അവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അടുത്തത്, നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അടുത്തത്, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. ഇതിൽ ഏതൊക്കെയാണ് ശരിയെന്നാണ് ചോദ്യം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് സെക്ഷനിൽ ഒന്ന് അല്ല ചാറ്റ് ബോക്സിൽ ഇടാം. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം പറയുവാണെങ്കിൽ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അതൊരു കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ പറഞ്ഞ മൗലികാവകാശങ്ങൾ അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അടുത്ത് വന്നു നിർദ്ദേശക തത്വങ്ങൾ ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത്. അത് നമ്മൾ പറഞ്ഞായിരുന്നു. അയർലൻഡിന്റെ ഭരണഘടനയെ നമ്മളെടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് സാധനം അല്ലെങ്കിൽ എപ്പോഴും ചോദിക്കുന്നതാണ് നിർദ്ദേശക തത്വങ്ങൾ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇത് നമ്മൾ ഐറിഷ് ഭരണഘടനയിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അടുത്തതായിട്ട്, നിയമനിർമ്മാണ പ്രക്രിയ കനേഡിയൻ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തതെന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റാണ്. അത് പക്ഷെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഇവിടുത്തെ നിയമനിർമ്മാണ പ്രക്രിയ നമ്മുടെ ബ്രിട്ടന്റെ ഭരണഘടന ആ ഒരു രീതിയിലാണ് നമ്മുടെ ഇവിടെ നിയമങ്ങൾ പാസ്സാക്കുന്നത്. നമ്മൾ ആ ആ ഒരു നിയമങ്ങൾക്ക് രൂപം കൊടുക്കുന്നത്. അപ്പോൾ ആ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. നിയമനിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ ലെജിസ്ലേറ്റീവ് പ്രൊസീജിയർ എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ ഭരണഘടനയുടെ ആ ഒരു രീതിയിലാണ് നമ്മൾ നടന്നു പോകുന്നത്. അപ്പം ഇവിടെ സ്റ്റേറ്റ്മെന്റ്സ് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണെന്നുള്ളതാണ്. മൂന്നാമത്തേത് നിയമനിർമ്മാണ പ്രക്രിയ ബ്രിട്ടന്റെ ഭരണവിധി അല്ലെങ്കിൽ ആ ഒരു ഭരണഘടനയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച അല്ലെങ്കിൽ റൂൾ ഓഫ് ലോ എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? റൂൾ ഓഫ് ലോ എന്താണെന്ന് നമ്മൾ പറഞ്ഞു. നിയമമാണ് ഏറ്റവും മുകളിൽ. നിയമത്തിന്റെ കീഴിലാണ് എല്ലാവരും വരുന്നത് എന്ന് മാത്രമല്ല, നിയമത്തിന്റെ മുമ്പിൽ എല്ലാവരും ഒന്നാണ്. ഈ ആശയങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നതാണ് റൂൾ ഓഫ് ലോ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് നിയമവാഴ്ച എന്ന് പറഞ്ഞ ആ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് ഏത് ഭരണഘടനയിലാണ് എടുത്തിരിക്കുന്നത് നമ്മൾ പറഞ്ഞായിരുന്നു. കറക്റ്റാണ്. ബ്രിട്ടീഷ് ഭരണഘടനയാണ് റൂൾ ഓഫ് ലോ അല്ല നിയമവാഴ്ച എന്നുകൊണ്ട് ആശയം നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ ഫെഡറേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദ പാറ്റേൺ ഓഫ്. അത് ശരിക്കും ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യത്ത്
ഫെഡറേഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞായിരുന്നു, ഒരു രാജ്യത്തെ സ്വതന്ത്രമായിട്ട് അധികാരവും അല്ലെ ഭരണ അധികാരങ്ങളൊക്കെ കൊടുത്തേക്കുന്ന ചെറിയ ചെറിയ ഭാഗമായിട്ട് തിരിക്കുന്നതാണ് ഫെഡറേഷൻ. നമ്മുടെ രാജ്യത്തെ ഫെഡറേഷൻ ആയിട്ട് തിരിച്ചിരിക്കുന്നുണ്ട് ചെറിയ ചെറിയ സംസ്ഥാനങ്ങളായിട്ട് തിരിക്കുന്നതാണ് ഫെഡറേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇവിടെ അങ്ങനെ തിരിക്കുമ്പോൾ ഏത് രാജ്യവുമായിട്ട് അല്ലെ ഏത് രാജ്യത്തെ രീതിയായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം അല്ലെങ്കിൽ അടുപ്പം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. നമ്മൾ പറഞ്ഞു കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് ഫെഡറേഷൻ വിത്ത് സ്ട്രോങ് സെന്റർ, നമ്മുടെ ഇവിടുത്തെ കേന്ദ്ര ഗവൺമെന്റിനാണ് കൂടുതൽ പവർഫുൾ അല്ലെ കൂടുതൽ അധികാരങ്ങളുള്ളത്. അത് കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ എടുത്തിട്ടുള്ളതാണ്. അടുത്തതായിട്ട് റെസിജ്വറി പവേഴ്സ്, അതെന്താന്ന് നമ്മൾ പറഞ്ഞു. മൂന്ന് ലിസ്റ്റ്, യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺവെന്റ് ലിസ്റ്റ്. ഈ ലിസ്റ്റുകൾക്ക് പുറമേ ഉള്ള വിഷയങ്ങൾ ഏതാണോ അതാണ് റെസിജ്വറി പവേഴ്സ്, അവശിഷ്ടാധികാരങ്ങൾ അല്ലെങ്കിൽ മിച്ചം വരുന്ന ആ ഒരു പവേഴ്സ്. നമ്മുടെ രാജ്യത്ത് അതെല്ലാം കേന്ദ്ര ഗവൺമെന്റിനാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കനേഡിയൻ ഭരണഘടനയുടെ അതേ രീതിയിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ രാജ്യത്തെ ഒരു ഫെഡറേഷന്റെ ഭാഗമാണ്. അടുത്തതായിട്ട് നമ്മുടെ രാജ്യത്ത് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്ന സിസ്റ്റം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം കേന്ദ്ര ഗവൺമെന്റ് ഗവർണർമാരെ അപ്പോയിന്റ് ചെയ്യുന്നത് കനേഡിയൻ ഭരണഘടനയുടെ ആ ഒരു രീതിയിൽ തന്നെയാണ് നമ്മുടെ ഇവിടെ നടക്കുന്നത്. അപ്പം ഇതെല്ലാം അപ്പൊ ഇന്ത്യൻ ഫെഡറേഷനുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നമ്മൾ എടുത്തിട്ടുള്ളത് കാനഡയിൽ കനേഡിയൻ ഭരണഘടനയാണ്. അതപ്പം ഇവിടുത്തെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇന്ത്യൻ ഫെഡറേഷൻ ഹിസ്റ്ററീസ് കൊണ്ട് മാറ്റണോ കാനഡ എന്നാണ് ഉത്തരം. കാനഡയിലെ ഫെഡറൽ സിസ്റ്റത്തിന്റെ രീതിയിലാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഫെഡറൽ സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തത് മാച്ച് ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2 എന്നുള്ളതാണ്. ലിസ്റ്റ് 1 രാജ്യങ്ങൾ, ലിസ്റ്റ് 2 ആ രാജ്യത്തിൽ നിന്ന് നമ്മൾ കടം കൊണ്ടിട്ടുള്ള ആശയങ്ങൾ. ഇത് നിങ്ങൾ മാച്ച് ചെയ്ത് നിങ്ങൾ ആദ്യം കണ്ടെന്ന് മനസ്സിൽ കാണുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വെക്കുകയും ചെയ്യും. ഇപ്പം 2 ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഒറ്റ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതാണ് 2 സ്ലൈഡിൽ രണ്ടാമത്തെ സ്ലൈഡിൽ ഓപ്ഷൻസ് ഉണ്ട്. എങ്കിലും നിങ്ങൾ ഇപ്പോൾ ഇതൊന്ന് നോക്കി വെക്കുക. ഐറിഷ് ഭരണഘടനയിൽ നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, തൊട്ട് മുമ്പത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ റൂൾ ഓഫ് ലോ അല്ലെ നിയമവാഴ്ച ഇവിടുന്ന് എടുത്തതെന്ന് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫണ്ടമെന്റൽ റൈറ്റ് മൗലികാവകാശം ഇവിടുന്ന് എടുത്തതെന്ന് നമ്മൾ തൊട്ട് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം കാലകാലങ്ങളായിട്ട് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ടോപ്പിക്കുകളും ക്വസ്റ്റ്യൻസും തന്നെയാണ്. അതാണ് ഡീപ്പായിട്ട് പഠിക്കണം എന്ന് പറഞ്ഞതിന്റെ കാരണം അത് തന്നെയാണ്. ഇവിടെ പറയുന്നുണ്ട് ഐറിഷ് ഭരണഘടനയിൽ നമ്മൾ എന്താണ് എടുത്തിട്ടുള്ളത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അല്ലെങ്കിൽ മാർഗനിർദ്ദേശക തത്വങ്ങളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. USSRൽ നിന്ന് നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്, സോവിയറ്റ് റഷ്യ എന്താ എടുത്തിട്ടുള്ളത്, മൗലിക കടമകൾ അല്ലെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞ ആ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് USSR അല്ല സോവിയറ്റ് റഷ്യയുടെ ആ ഒരു ഭരണഘടനയാണ്. ബ്രിട്ടനിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുള്ള ഈ ഇതിലേതാണ് റൂൾ ഓഫ് ലോ അല്ലെ നിയമവാഴ്ച, തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞായിരുന്നു. പിന്നെ USA എടുത്തിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് അല്ലെ മൗലികാവകാശം. ആ രീതി വരുവാണെങ്കിൽ എ നമുക്ക് ഇവിടെ കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് 4ആയിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇവിടെയാണെങ്കിൽ സിയും ഡിയും ഓപ്ഷൻ പോയി. നമുക്ക് 4ആയിട്ടാണ്, അയർലൻഡ് നമുക്ക് 4ആയിട്ടാണ് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഇനി ബി സോവിയറ്റ് റഷ്യ USSRനെ നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ്. ബി ഇവിടെ ഒന്നുള്ളത്. അപ്പൊ തന്നെ നമുക്ക് ഉത്തരം കിട്ടി. ഓപ്ഷൻ എ ആണ് ഉത്തരം നമുക്ക് വന്നിട്ടുണ്ട്. ഇവിടെ സി ബ്രിട്ടന്റേത് റൂൾ ഓഫ് ലോ രണ്ടാമത്തെ ഇത് നമുക്ക് മാച്ച് ചെയ്യാൻ സാധിക്കും. ഡി USA നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഫണ്ടമെന്റൽ റൈറ്റ് ആയിട്ട് മാച്ച് ചെയ്യാൻ സാധിക്കും. പിന്നെ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഈ മാച്ച് ദ ഫോളോയിങ് ഒക്കെ നമുക്ക് ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ഈ എലിമിനേഷൻ ടെക്നിക്കാണ്. നമുക്ക് അറിയാവുന്ന ഏതെങ്കിലും ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ USA എന്നാണ് മൗലിക അവകാശങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ് ഉൾക്കൊണ്ടെന്ന് നമുക്ക് അറിയാതിരിക്കട്ടെ. അപ്പൊ ഡി എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഓപ്ഷനാണ് ഞാൻ ഇവിടെ മാച്ച് വരുന്നത്. ഓപ്ഷൻസ് എടുക്കുക. ഡി ഇവിടെ 3 ഉള്ളത്, അപ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. ഡി ഇവിടെ 3 കണക്ട് ചെയ്തേക്കുന്നത് ഒറ്റ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ കിട്ടി. എല്ലാം അറിയണമെന്നൊന്നുമില്ല, നമ്മൾ ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചാലും മതി. അതാണ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസിന്റെ ഒരു അഡ്വാൻറ്റേജ്. അതാണ് നമുക്ക് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ എലിമിനേറ്റ് ചെയ്യാൻ സാധിക്കും. ക്വസ്റ്റ്യൻസ് എങ്ങനെ ഡീൽ ചെയ്യുക അല്ലെ എലിമിനേറ്റ് ചെയ്യുക, എങ്ങനെ ഇപ്പം എക്സാമ്പിൾ നമുക്ക് കറക്റ്റ് ആക്കാൻ സാധിക്കും, ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ട്രെയിനിങ് മോക്ക് ടെസ്റ്റുകൾ വരുമ്പോൾ എന്തായാലും കുറച്ചുകൂടി ടിപ്സ് തരാം. തൽക്കാലം ഇപ്പം നമ്മൾ ഈ പാഠങ്ങൾ പഠിച്ചു. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ എന്ന വ്യവസ്ഥ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ കടന്നുണ്ട്. അടിയന്തരാവസ്ഥ അല്ലെ എമർജൻസി പ്രൊവിഷൻസ് നമ്മൾ പറഞ്ഞ ഒരു രാജ്യത്തെ ഭരണഘടനയിൽ എടുത്തിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ഇതായിരുന്നു. അപ്പൊ ഉത്തരം
സിയും ഡിയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കിടപ്പുണ്ടെങ്കിൽ ജർമ്മൻ ഭരണഘടനയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിലാണ് അടിയന്തരാവസ്ഥ അല്ലെ എമർജൻസി എന്ന് പറഞ്ഞ ആശയം എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ മെയിൻ ആയിട്ട് എടുത്തിട്ടുള്ള അങ്ങനെ ചോദിക്കുന്ന എപ്പോഴും ചോദിക്കുന്ന ഈ ഒരു ആശയം മാത്രമേ ഉള്ളൂ. അത് നോക്കി വെച്ചാൽ മതി. അടിയന്തരാവസ്ഥ അല്ലെ എമർജൻസി നമ്മൾ ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് വെയ്മർ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ജർമ്മനിയിലാണ് എടുത്തിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടനിൽ നിന്നും കടമുണ്ടെന്ന വ്യവസ്ഥകൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ കമന്റ് ചെയ്യുക. അതായത് ഇതിൻ്റെ അകത്ത് ചില ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒക്കെ ബ്രിട്ടനിൽ നിന്നായിരിക്കും, പക്ഷെ രണ്ടും ബ്രിട്ടനിൽ നിന്ന് എടുത്തിട്ടുള്ള ഓപ്ഷൻ ഏതാണ് എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് ഡി, അവശിഷ്ടാധികാരം, അതായത് റെസിജ്വറി പവേഴ്സ് ആണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ തൊട്ടുമുമ്പ് പറഞ്ഞത്. അത് നമ്മൾ കനേഡിയൻ കോൺസ്റ്റിറ്റ്യൂഷനിലാണ് എടുത്തേക്കുന്നത്. റിപ്പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ, ഒരു രാജ്യത്തെ പല ജനങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന അവസ്ഥയാണ്. നമ്മുടെ രാജ്യത്തെ റിപ്പബ്ലിക് ആണ്. ആ ഒരു ആശയം നമ്മൾ കടന്നുകൊണ്ടത് ഫ്രാൻസിൽ നിന്നാണ്. ഫ്രാൻസിൽ നിന്ന് റിപ്പബ്ലിക്കും ഇക്വാലിറ്റി, ഫ്രറ്റേണിറ്റി, ലിബർട്ടി, സ്വാതന്ത്ര്യ, സമത്വം, സാഹോദര്യം, ഇത്രയും ആശയങ്ങൾ നമ്മൾ ഫ്രാൻസിൽ നിന്നാണ് കടന്നുകൊണ്ടത്. അപ്പം ഓപ്ഷൻ ഡി എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മൗലികാവകാശം നമ്മൾ എവിടെ നിന്നാണ് കടന്നുകൊണ്ടത്, അമേരിക്ക എന്നാണ്. അപ്പോൾ ഓപ്ഷൻ സിയും എല്ലാം നമുക്ക് മനസ്സിലാവും. ഇനി സംബന്ധിച്ചോളം ഓപ്ഷൻ ബി ആണ് പാർലമെന്ററി സിസ്റ്റം. നമ്മുടെ പാർലമെന്ററി സിസ്റ്റം നിയമവ്യവസ്ഥ റൂൾ ഓഫ് ലോയിൽ നമ്മൾ കടന്നുണ്ടാക്കുന്നത് ബ്രിട്ടീഷ് ഭരണഘടനയാണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. തൽക്കാലം നമുക്ക് ഇന്ന് അവിടെ നോക്കാം. നോട്ട് തരാം. ഇതെന്ന് പറഞ്ഞ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. ഈ ഒരു എവിടെ നിന്നൊക്കെയാണ് നമ്മൾ ഭരണഘടന എവിടെ നിന്നൊക്കെയാണ് ആശയങ്ങൾ എടുത്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളിപ്പോൾ അത് സമയമെടുത്ത് തന്നെ റിവൈസ് ചെയ്ത് പഠിച്ചുകൊള്ളുക. പിന്നെ നമ്മൾ ഗൂഗിൾ ഫോം ഇടാന്ന് പറഞ്ഞിരുന്നു. ആ ഗൂഗിൾ ഫോം ഇന്നോ നാളെയായിട്ട് ഇടുന്നതായിരിക്കും. അതനുസരിച്ചാണ് ഈ പേഴ്സണൽ മെന്ററിങ്ങിന്റെ കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. നമ്മുടെ ക്ലാസ് മാത്രമല്ല, നമ്മുടെ കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള ഈ പേഴ്സണൽ മെന്ററിങ് നമ്മുടെ ഒരു ഭാഗം തന്നെയാണ്. അപ്പോൾ ആ ഗൂഗിൾ ഫോം നിങ്ങൾ ഫില്ല് ചെയ്യുക. നിങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് ഒരു സ്ട്രാറ്റജി, ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള സ്ട്രാറ്റജി വേണം. അതിനായിട്ടുള്ള രീതിക്കാണ് നമ്മൾ ഗൂഗിൾ ഫോം തയ്യാറാക്കിയിരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ക്ലാസ് നിർത്താവുന്നതാണ്. അപ്പം ബാക്കി നമുക്ക് പിന്നീട് കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.